ജില്ലാ കളക്ടർ ഡോക്ടർ പി.ബി. സലീം കോഴിക്കോട് ജില്ലയോട് വിട പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് 3 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം പി.ബി. സലീം നഗരത്തിനോട് യാത്ര പറഞ്ഞത്. ജില്ലയിൽ കളക്ടറുടെ അവസാനത്തെ രാത്രിയിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ വെസ്റ്റ് ഹില്ലിലെ കളക്ടറുടെ വസതിയിൽ ഒത്തുചേർന്നത് വികാരഭരിതമായ രംഗങ്ങൾക്ക് വേദിയായി. മനസ്സു മുഴുവൻ കോഴിക്കോട്ട് സമർപ്പിച്ചാണ് താൻ ബംഗാളിലേക്ക് മടങ്ങുന്നതെന്ന് ജില്ലയോട് യാത്ര പറയും മുമ്പ് പി.ബി. സലീം സ്പൈഡർനെറ്റ് വാർത്തകളോട് പറഞ്ഞു. സാധാരണക്കാരുടെ കണ്ണീർപ്പാടുകളിൽ സ്വന്തം കൈവിരലുകളാൽ സാന്ത്വന സ്പർശമേകിക്കൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലം കോഴിക്കോടൻ ജനതയുടെ ഒപ്പം നടന്ന ഡോക്ടർ പി.ബി. സലീം പശ്ചിമ ബംഗാളിലേക്ക് യാത്ര തിരിച്ചു. ബംഗാൾ കേഡർ IAS ഉദ്യോഗസ്ഥനായ പി.ബി. സലീം കോഴിക്കോട് കളക്ടറായി ചാർജ് എടുത്തതു മുതൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ നിരവധി പദ്ധതികൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിരുന്നു. ഔദ്യോഗിക പരിവേഷത്തിന്റെ മേലങ്കിയിൽ നിന്ന് മാറി നിന്ന് സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിക്കുള്ള അംഗീകാരമായി കോഴിക്കോടൻ ജനത തങ്ങളുടെ മനസ്സ് പി.ബി. സലീമിനും നൽകി. വരണം നമുക്കൊരു സമാധാനം. വെസ്റ്റ് ഹില്ലിലെ കളക്ടറുടെ വസതിയിൽ നഗരത്തിലുള്ള തന്റെ അവസാനത്തെ രാത്രി തനിച്ച് ചെലവഴിക്കാമെന്നുള്ള കളക്ടറുടെ ആഗ്രഹം കോഴിക്കോട്ടുകാരുടെ സ്നേഹത്തിന് മുന്നിൽ നടക്കാതെ പോയി. കലാ സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര സാമൂഹ്യ മേഖലയിലെ നിരവധി പ്രമുഖരും കോഴിക്കോട്ടെ നാട്ടുകാരും തിങ്കളാഴ്ച രാത്രി വസതിയിലേക്ക് ഒഴുകിയെത്തി. വേർപാടിന്റെ മുഹൂർത്തത്തിൽ വിഷാദം നിഴലിച്ച അന്തരീക്ഷത്തിൽ കലക്ടറുടെ പുത്രിയുടെ നിഷ്കളങ്കമായ കളിചിരികൾ ആശ്വാസമെന്നോണം പെയ്തിറങ്ങി. സ്പൈഡർനെറ്റ് വാർത്താ സംഘത്തിന്റെ മൈക്ക് കൈക്കലാക്കിയ ഈ കൊച്ചുമിടുക്കി കലക്ടറോട് യാത്ര പറയാനെത്തിയ പലരുടെയും അഭിമുഖമെടുത്തുകൊണ്ട് നടത്തിയ കളി വിഷാദ മുഹൂർത്തത്തിന് അല്പം അയവ് വരുത്തി. ഇന്ത്യൻ ഇന്റർവ്യൂ കഴിഞ്ഞ ഞാൻ പറഞ്ഞു രണ്ടാളിന്റെ മുന്നിൽ അവരെ ഒരിക്കലും കോഴിക്കോട്ടെ തന്റെ അവസാനത്തെ രാത്രിയിൽ ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ ഊർജ്ജസ്വലനായ ഡോക്ടർ പി.ബി. സലീം പലപ്പോഴും പതറിപ്പോയി. നഗരത്തിൽ നിന്ന് യാത്ര പറയും മുമ്പ് സ്പൈഡർനെറ്റ് വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വാക്കുകൾ കിട്ടാതെ വിഷമിക്കുന്ന പി.ബി. സലീമിന്റെ കാഴ്ച കോഴിക്കോടൻ ജനത ഇദ്ദേഹത്തിന് തിരിച്ചു നൽകിയ സ്നേഹത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നതായി മാറി. അപ്പോൾ ഒരിക്കലും കോഴിക്കോട് നിന്ന് മനസ്സുകൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ ജോലിയുടെ അനിവാര്യത എന്ന നിലയ്ക്ക് ബംഗാളിലേക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സിലൂടെ കോഴിക്കോട് തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ശരിക്കും ഞാനിന്നിപ്പോൾ രാത്രി പോകേണ്ടതാണ്. ഏറ്റവും അവസാനം രാത്രിയെങ്കിലും പോകേണ്ടതായിരുന്നു. പക്ഷെ ഒരു രാത്രി കൂടി കോഴിക്കോട് തന്നെ തങ്ങിയിട്ട് വെളുപ്പിനാണ് പോകാൻ എന്ന് തീരുമാനിച്ചു. അപ്പോൾ നേരിട്ട് വെളുപ്പിനെത്തി എയർപോർട്ടിലേക്കായിരിക്കും പോവുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പോകുമ്പോൾ പോയി രാമനാട്ടുകര ബൈപ്പാസ് കഴിയുമ്പോഴേക്ക് ശരിക്കും മാസം മുമ്പ് ബംഗാളിലേക്ക് പോകാനിരുന്ന കളക്ടർക്ക് സംസ്ഥാനത്തിന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ജില്ലാ കളക്ടറായി തുടരുവാൻ കാലാവധി നീട്ടി നൽകിയിരുന്നു. അത്തരമൊരു അത്ഭുതം നടന്നു കാണുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടെത്തിയ സൂർസംഘവും നാട്ടുകാരും ഉറച്ചു വിശ്വസിക്കുന്നു ഡോക്ടർ പി.ബി. സലീമിന് കോഴിക്കോട് ജില്ല വിട്ട് എങ്ങും പോകുവാൻ സാധിക്കില്ലെന്ന്. തിരക്കഥാകൃത്ത് T.A. റസാഖും പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് M. രാജനും പി.ബി. സലീമിന്റെ തിരിച്ചുപോക്കിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ: ഒരു ഉല്ലാസകരമായ ഒരു ജീവിതം ജീവിക്കാവുന്ന വലിയ സ്ഥാനമാണ് ഒരു ജില്ലാ കളക്ടറുടേത്, പ്രത്യേകിച്ചും കോഴിക്കോട് പോലെ സ്ഥലത്ത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് കോഴിക്കോട്ടുകാരായ നമുക്കെല്ലാവർക്കും സമാധാനമായിട്ട് ഉറങ്ങാൻ നമുക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞിരുന്ന ഒരാൾ എന്നാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ദൈവം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സത്യവും അദ്ദേഹത്തിൻ്റെ കൂടിയാണ്, ജനങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടിയാണ്.
എന്നും അയാൾ ഇവിടെ വരും എന്നുള്ളത് ഞങ്ങൾക്ക് 101% 210% ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് അതിവിടെ എത്തും എന്നുള്ളത്. ഒടുവിൽ കോഴിക്കോടൻ ജനതയ്ക്ക് പരസ്പര പൂരകമായ സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ജനകീയ കലക്ടർ ചൊവ്വാഴ്ച പുലർച്ചെയോടെ ജില്ലയോട് യാത്ര പറഞ്ഞു. പശ്ചിമ ബംഗാളിലല്ല ഏത് നാട്ടിൽ പോയാലും കോഴിക്കോട്ടുകാരുടെ സ്നേഹത്തിന് പകരം വെക്കുവാൻ ഒന്നിനും സാധിക്കില്ലെന്ന അറിവോടെ. ക്യാമറമാൻ അനൂപ് CP-ക്കൊപ്പം രാജേഷ് പറമ്പിൽ, സ്പൈഡർനെറ്റ് ന്യൂസ്.